ായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ ആദ്യഘട്ട പ്രചരണം മണ്ഡലത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പോലെ ജനങ്ങളുടെ പ്രതികരണങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള വിജയ പ്രതീക്ഷയോടെ തന്നെയാണ്. അല്ല, ഇത് എന്തറിയോ, 2006 2001 ഇവിടെ UDF BJP ആയിരുന്നു ഫൈറ്റ്. 2006 എത്തുമ്പോൾ ഈ UDF ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന UDF മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ഇവിടെ CPM വിജയിക്കുകയും നിങ്ങളൊക്കെയും കണ്ടതാണല്ലോ. അതിനുശേഷം ഈ 2011 2016 ഈ അളവിലൊക്കെയും ഞങ്ങൾ UDF പിന്തുണച്ച് UDF വിജയിക്കും. ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ല അടിത്തറ, ഞങ്ങൾ മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലും കൃത്യമായി ഞങ്ങൾ കേഡർ സിസ്റ്റമിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ 2026 എത്തുമ്പോൾ ഞങ്ങളിവിടെ വിജയിക്കാൻ പ്രാപ്തരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളിവിടെ മത്സരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന കുറേ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ, അതിൻ്റെ പിന്നിൽ മീഡിയ 1 പോലെയുള്ള, അതുപോലെ തന്നെ ദാവൂദ് പോലെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടിച്ചുവിടുക, മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളികൾ അടിച്ചുവിടുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഒരു മാധ്യമധർമ്മവും കാണിക്കാത്ത രീതിയിൽ അടിച്ചുവിടുക, ഒരു കള്ളപ്രചരണങ്ങളാണ് അടിച്ചുവിടുന്നത്. എന്തൊക്കെ പറയാണ്, ലാസ്റ്റ് ടൈം ഞങ്ങൾ മത്സരിച്ചപ്പോൾ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അവർ വല്ലാത്ത രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീഡിയ 1 ഇപ്പോൾ UDF ഒരു PR വർക്ക് ഏറ്റെടുത്ത പോലെയാണ് ഇവിടെ കാണുന്നത്. അല്ല, ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് UDF SDPയുടെ വോട്ട് മതേതരമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുനരാലോചിക്കാം, സ്ഥാനാർത്ഥി പിൻവലിക്കും, പുനരാലോചിക്കാം എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ? സ്ഥാനാർത്ഥി 46 സ്ഥാനാർത്ഥി ഇത് എവിടെയെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും, മണ്ഡലം പ്രസിഡന്റാണ്, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ്, മുൻ മണ്ഡലം പ്രസിഡന്റാണ്. ഇവരൊക്കെ നമ്മളെ കൂടെ പ്രചരണത്തിലാണ്, സജീവമായ പ്രചരണത്തിലാണ്. ജില്ലാ പ്രസിഡന്റ് അടക്കം പ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പോയേ ഉള്ളൂ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രചരണത്തിലാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ 40-something സ്ഥലങ്ങളിൽ ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും ചർച്ചയ്ക്കുള്ള വാതിലുകൾ അടച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി സംസ്ഥാന പാർട്ടിയുടെ ഘടകങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോഴും അത് ചർച്ചകൾ നടക്കാനുള്ള വാതിലുകൾ തുറന്നു കിടക്കുമ്പോൾ പാർട്ടി മത്സരത്തിനും വിജയത്തിനും സജ്ജമാണ്, പ്രവർത്തന രംഗത്താണ്, ഫീൽഡിലാണ്. പിന്നെ ബാക്കി തീരുമാനങ്ങൾ എന്ത് വന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയുടെ തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഒരു ദിവസം കൂടി ഉള്ളൂ പിൻവലിക്കാൻ, നാളെ അവസാനിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴും പാർട്ടിയുടെ മുഴുവൻ ആളുകളും മണ്ഡലത്തിലുടനീളം, ഞാൻ വിചാരിക്കുന്നത് 8 പഞ്ചായത്തുകളും ഒരു റൗണ്ട് നമ്മൾ ഫീൽഡ് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിലാണ്. അതിനിടയിൽ നമുക്ക് മണിക്കൂറുകൾ ഇത് ഫീൽഡ് എങ്ങനെ കവർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പിൻവലിക്കാനുള്ള ചിന്ത ഇതുവരെ നമ്മളിലില്ല. നേരത്തെ സ്ഥാനാർത്ഥി സൂചിപ്പിച്ചതുപോലെ മീഡിയ 1 ചർച്ചകൾ നടക്കുന്നത് ഈ സൈബർ പോരാളികൾ കൊടുക്കുന്ന ഒരു നിലവാരവും ഇല്ലാത്ത സ്ക്രീൻഷോട്ടുകൾ എടുത്ത് മീഡിയ റൂമുകളിൽ ഇരുന്ന് അന്തിച്ചർച്ചകൾ നടക്കുന്നത് വളരെ നിലവാരം കുറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവിടെ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്, ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 2010 സ്ഥാനാർത്ഥിത്വം വാർഡിലേക്ക് മത്സരിച്ചപ്പോഴും ഇവരുടെ പേര് അഷ്റഫ് KM എന്ന് തന്നെയായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഇവർ ഒരു സ്ഥലത്തും മത്സരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ മത്സരത്തേക്ക് ഇതിനെ കഴിഞ്ഞാൽ പിടിക്കുന്ന ഒരു നേതൃത്വം കൂടിയായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്ന മീഡിയ 1 ഇതുപോലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അവരുടെ നിലവാരം കുറഞ്ഞു പോകുന്നതെന്നല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എവിടെയും അകത്തിരുന്ന് പിന്തുണ തന്നതല്ല. VD സതീശൻ അടക്കം പറഞ്ഞതാണ് SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ VD സതീശൻ മാറ്റി പറയാൻ തയ്യാറുണ്ടോ? കുഞ്ഞാലിക്കുട്ടി മാറ്റി പറയാൻ തയ്യാറുണ്ടോ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറ്റി പറയാൻ തയ്യാറുണ്ടോ? അല്ലാതെ വെറുതെ എവിടെയും ഇരുന്നിട്ട് ഈ സൈബർ പോരാളികൾ പറയുന്ന കാര്യങ്ങളല്ല വേണ്ടത്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളിവിടെ ഈ 2006 CPM എങ്ങനെയാണോ വിജയിച്ചത്, അതിൽ 2026 SDP 1 ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നതിലൊരു സംശയമില്ല. എന്തായാലും SDP സ്ഥാനാർത്ഥിക്ക് പിൻവലിക്കാനുള്ള നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. UDF നിലപാട് മാറ്റി പറയട്ടെ. VD സതീശനും PK കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങൾ SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതാണ്. അവർ ആ നിലപാട് മാറ്റിയാൽ തങ്ങൾ ആലോചിക്കാനാണ് പ്രസിഡന്റ് പറയുന്നത്. VD ജേർണലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ എന്ത് തീരുമാനം സംസ്ഥാനം